Hello guys, welcome back to another newest episode of Moz Studio. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വീണ്ടും അടുത്ത ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പൊ ഞാൻ പ്രോമിസ് പാലിച്ചേക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് റിവ്യൂസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു പ്രോമിസ് പാലിച്ചു ഗൈസ്, പാലിച്ചു. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ഹിമാലയയുടെ നീം ഫേസ് വാഷ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂവിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. ആക്ച്വലി എന്താണെന്ന് അറിയാമോ, ഞാൻ 5 വർഷമായിട്ട് യൂസ് ചെയ്ത് പോകുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആയിരിക്കും ഇത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അപ്പൊ അതിന്റെ റിവ്യൂ നമ്മളിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്കിൻ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഫേസ് വാഷ് സ്യൂട്ട് ആവുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലതാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഫേസ് വാഷ് കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഫേസ് വാഷ് എല്ലാരും കണ്ടിട്ടുണ്ടാവും ഗൈസ്, എനിക്കറിയാം. എന്നാലും ഞാൻ കാണിച്ചു തരാം. നീം ഫേസ് വാഷ് ആണ് കേട്ടോ. മീൻസ് ആക്ച്വലി ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ പിമ്പിൾസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനത്തെ സ്കിൻ ടൈപ്പിനൊക്കെയാണ് ചേരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓയിലി സ്കിന്ന്, അതേപോലെ തന്നെ എന്നെ പോലെ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഇടക്കിടക്ക് എണ്ണമയം ഇങ്ങനെ ഒലിച്ച് ചോർന്ന് കിടക്കണ പോലത്തെ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാർക്കും ഈ ഒരു ഫേസ് വാഷ് നല്ല അടിപൊളിയായിട്ട് സ്യൂട്ട് ആവും. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് പിന്നെ പെറിയൻ നല്ല കിഡിലായിട്ട് സ്യൂട്ട് ആവും ഗൈസ്. കാരണം ഒരു അലർജിക് ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പാച്ച് ടെസ്റ്റോ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ആക്ച്വലി ഞാൻ ഈ ഒരു റിവ്യൂ 2 വർഷം മുന്നേ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്നേരം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി, മീൻസ് ഇതിന്റെ റിവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ആക്ച്വലി എങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചേക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഗൈസ് കുറെ വീഡിയോസ് ഇതിനെ ലോ ഹൈപ്പിലാക്കിക്കൊണ്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം. പക്ഷെ ആക്ച്വലി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. എനിക്ക് ഇന്നേ വരെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണ് ഗൈസ്, ഇന്നേ വരെ എനിക്ക് ഒരു ഇഷ്യൂസും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ടില്ല കേട്ടോ. കാരണം ഈ ഒരു 5 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഇത് തന്നെ ഞാൻ എന്നിട്ട് വേറെ ഫേസ് വാഷ് ഒക്കെ റിവ്യൂ കാണിച്ചല്ലോ എന്ന് അതായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ടവ. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെന്ന് പറയും, അതിന്റെ ഇടയിൽ കൂടെ ഇത് യൂസ് ചെയ്യും. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന മറ്റുള്ള ഫേസ് വാഷസ് എന്ന് പറയുമ്പോൾ നല്ല ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫേസ് വാഷസ് ആണ് ഗൈസ്. ആക്ച്വലി അതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത് 500 അബവ്, 1000 അബവ്, 700 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൈസിലായിരിക്കും അതൊക്കെ. അപ്പൊ അതന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രൈസി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 600 അബൗണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഡെർമാക്കാന്റെ സ്ലിക്സൽ ഫേസ് വാഷ് ആണ്. ഇതൊരു ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്, ലോങ് വീഡിയോ ആയിട്ടല്ല, ഷോർട്സ് ആയിട്ട്. അപ്പൊ ഇത് എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇവിടെ സൈഡിൽ വരുന്ന ഒരു ആക്നെ കണ്ടോ, എനിക്കിത് സ്ഥിരമാണ് ഗൈസ്. ഇത് പില്ലോ കൊണ്ടുള്ള പ്രശ്നമൊന്നുമല്ല, എന്തോ ഡയറ്റിംഗ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പൊ അന്നേരം ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യും. അത് പോയി കഴിഞ്ഞാൽ ഞാനിത് നിർത്തും. പിന്നെ അത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം പിടിക്കും. അന്നേരം ഞാൻ വീണ്ടും ഇതെടുത്ത് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ പറയുക, ഇത്രയും പ്രൈസി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യില്ല, ഇതുപോലത്തെ പ്രൈസ് കുറഞ്ഞ നല്ല ഫേസ് വാഷസ് നോക്കിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇത്രയും കാലം മേടിച്ച് യൂസ് ചെയ്തതിൽ മീൻസ് പ്രൈസ് കുറഞ്ഞതിൽ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫേസ് വാഷ് ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ റിവ്യൂ ഗൈസ് ആക്ച്വലി പറയാനൊന്നുമില്ലല്ലോ. കാരണം എത്രയൊക്കെ ലോ ഹൈപ്പിൽ ആൾക്കാർ റിവ്യൂ ഇട്ട് കഴിഞ്ഞാലും ഇതെല്ലാവരും മേടിച്ച് യൂസ് ചെയ്യും. എനിക്കറിയാം, കാരണം അത്ര ആർക്കും ഇന്നേ വരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇത് ഡെയിലി 3 ടൈംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മഴക്കാലമാണ്. മഴക്കാലത്ത് പറയുമ്പോൾ നമ്മുടെ ഫേസ് വാഷ് കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ അല്ലേ കിടക്കുക. പക്ഷെ എന്നിട്ടും എന്റെ ഫേസിൽ കുറച്ച് ഓയിൽ അക്യുമുലേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് 3 ടൈംസ്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് പോലെ എന്റെ സ്കിന്നിൽ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. ട്രസ്റ്റ് മീ, പ്രോമിസ്. നിങ്ങൾ ഇനിയിപ്പോ സെൻസിറ്റീവ് സ്കിൻ, എന്തെങ്കിലും സ്കിൻ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ഫേസ് വാഷ് ആപ്റ്റ് ആയിരിക്കും ഗൈസ്. ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കംപ്ലീറ്റ്ലി നോൺ കെമിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ലോ ഹൈപ്പിലുള്ള റിവ്യൂസ് ഒന്നും കണ്ട് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഇതാ കൈയെത്തി പിടിക്കാൻ പറ്റുന്ന, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതിന്റെ നിങ്ങൾക്ക് മേടിക്കാൻ എന്റെ റിവ്യൂ വേണമെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. കാരണം ഞാൻ ഇനിയിപ്പോ ഇതിന് ലോ ഹൈപ്പ് തരം താഴ്ത്തി കിട്ടി റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഇത് മേടിക്കാൻ എനിക്കറിയാം. ഒട്ടുമിക്ക ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കും ഇത്. ഇപ്പോഴല്ലേ ലോ പ്രൈസിൽ വേറെയും കുറെ ബ്രാൻഡ്സ് ഒക്കെ ഇറങ്ങി തുടങ്ങി.
ആൻഡ് ഇതെന്ന് പറയുന്നത് 50 ml പാക്കാണ് കേട്ടോ. 50 ml 80 rupees ആണ് പ്രൈസ് വരുന്നത്. ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്, 100 below ആയിട്ട് തന്നെയാണ് പ്രൈസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് നീമാണ്, ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് പിമ്പിൾസ്, ആക്നെ ഒക്കെ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു പോരുന്ന ഫേസ് വാഷ് ആണ്. ഞാൻ ഇനി എടുത്തു പറഞ്ഞ് ഇത് അതിനുള്ളതാണ്, ഇത് ഇതിനുള്ളതാണെന്ന് ഇങ്ങനെ എടുത്തു പറഞ്ഞ് എന്താ പറയാ, നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ആൻഡ് ഇതെന്ന് പറയുന്നത് ആൻഡ് ഇതിന്റെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ആക്ച്വലി മീൻസ് നോർമൽ ഫേസ് വാഷസിന്റെ പാക്ക് പോലെയല്ല, ഇത് റീസൈക്ലബിൾ ആണ്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അത് നമ്മുടെ റിവ്യൂല് വരുന്ന കാര്യമല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, പിന്നെ സോപ്പ് ഫ്രീ ആണ്. സോപ്പ് ഫ്രീ എന്ന് പറയുമ്പോൾ സൾഫേറ്റ്സ് മാതിരി കണവണ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് ധൈര്യമായിട്ട് എന്താ പറയാ, നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം ഗൈസ്. പിന്നെ സ്കിൻ ഫ്രണ്ട്ലി ആണ്, അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തെങ്കിലും അലർജിക് പ്രശ്നമുള്ള ആൾക്കാർക്ക് പോലും ഇത് കണ്ണും പൂട്ടി മേടിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇനി എന്തൊക്കെയാ പറയേണ്ടത്? പിന്നെ ഇതെന്ന് പറയുന്നത് ക്ലിനിക്കലി പ്രൂവൺ ആണ്, അതായത് നമ്മുടെ സ്കിന്നിൽ ഒരു ഇഷ്യൂസും തന്നെ വരില്ല എന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് മേടിക്കാനോ, ഹൈപ്പുള്ള പ്രൊഡക്ട്സ് ഒന്നും റിവ്യൂസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കില്ലേ എന്ന് പറയുന്നത്. ആൻഡ് അപ്പൊ ഞാൻ ഡെമോ കാണിച്ചു തരാം അല്ലെ. ഇതൊരു ജെൽ ടൈപ്പ് ഓഫ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഒരു ഗ്രീനിഷ് കളറാണ്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ മീൻസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ പതഞ്ഞു വരും. അതായത് നല്ല ഫോമിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ജസ്റ്റ് ഇത് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് എന്താ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ട് വേണം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്താ പറയാ, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ്. നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഹാർഷ് ആയിട്ട് മീൻസ് ചില ഫേസ് വാഷ് ഒക്കെ കണ്ടിട്ടില്ലേ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്നെ പിമ്പിൾസ് ഒക്കെ വരും. അത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ സൾഫേറ്റ്സ് ഒക്കെ പറഞ്ഞ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. ഇത് പറയുമ്പം 100% നോൺ കെമിക്കൽസ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ യാതൊരുവിധ അലർജിക് റിയാക്ഷൻസോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഡിഫറൻസ് കണ്ടോ, എന്റെ ഫേസിന് ഭയങ്കര ഒത്തിരി നിറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. ഓയില് ക്ലെൻസ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫേസ് ബ്രൈറ്റൻ ആവാനായിട്ട് തോന്നും. അതായത് ഫേസിലുള്ള ആ ഒരു എക്സസീവ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടല്ലോ അത് കുറയ്ക്കാനും, പിന്നെ ഒരു എക്സ്ട്രാ ഒരു 4 hours നേരത്തേക്ക് പിന്നെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ഒരു ഫേസ് വാഷ് ഒത്തിരി നല്ലതാണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഓയിലൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആയ പോലെ തോന്നും നമുക്കിത് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. വാഷ് ചെയ്ത ഉടനെ തന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റ് ആണ് കേട്ടോ. കാരണം ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്ന ഫീൽ ഉണ്ടാവും. സോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ഇതാണ് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫേസ് വാഷ് ആയിരിക്കും അത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു മുടിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്, അതായത് നമ്മുടെ സ്കിന്നിന് ഒരു ഇഷ്യൂസും വരില്ല എന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ടല്ലോ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് അതിനുള്ള റീഫണ്ട് ഞാൻ തരുന്നതായിരിക്കും. പ്രോമിസ്. കാരണം അത്രയും ഉറപ്പാണ്. 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂല് ഞാൻ വേറെ എന്ത് പറയാനാ. എന്റെ സ്കിന്നിൽ ഒരു ഇഷ്യൂസും ഇന്നേ വരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നീം തന്നെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ഫിനോക്സി എഥനോൾ, ദാറ്റ് ഇസ് ആൽക്കഹോൾ ആണ് കേട്ടോ. മീൻസ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എഥനോൾ ആണ്, ഇത് പോളിയോക്സി എഥനോൾ ആണ്. ഓക്കെ, നമ്മുടെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാക്കില്ല. പിന്നെ നിംബ എന്തുവാണ്, ഐ തിങ്ക് ഇറ്റ്സ് നീം, ആര്യവേപ്പാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വരുന്നത് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കെമിക്കൽസ് ആണ് കേട്ടോ. മീൻസ് എന്താ പറയാ, കുറച്ച് കെമിസ്ട്രി അറിയണം. ഓക്കെ, പിന്നെ ഈ ഒരു ഫേസ് വാഷ് ഡയറക്റ്റ് വെയിലത്തൊന്നും കൊണ്ടുപോയിട്ട് വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ വെക്കാം. മീൻസ് നേരിട്ട് സൺലൈറ്റ് തട്ടുന്ന ഭാഗത്തൊന്നും കൊണ്ടുപോയിട്ട് ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ സൂക്ഷിക്കരുത് കേട്ടോ. അപ്പൊ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫ്രിഡ്ജിൽ കയറ്റി വെക്കരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് വേറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ ഇല്ല ഗൈസ്. നിങ്ങൾക്ക് 18 ഏജ് ബിലോ ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. മീൻസ് കുഞ്ഞു പിള്ളേർക്കൊന്നും ഇത് വെച്ച് തേച്ച് കൊടുക്കല്ലേ, മീൻസ് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കല്ലേ. ഒരു 12 ഏജ് 12 വയസ്സ് തൊട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം. ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങളുടെ ഫേസിൽ ഇതാ എത്രയൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എണ്ണ വരികയാണ്. അതായത് ഓയിലി സ്കിന്നർക്കാണ് ആ മെയിൻ പ്രശ്നം വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് പക്ക ആപ്റ്റ് ആണ് ഗൈസ്, പക്ക ആപ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതാ അങ്ങനെ പിമ്പിൾസ് ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുക, അതായത് മണ്ണ് വാരിട്ട പോലെ പിമ്പിൾസ് വരിക. അതേപോലെ തന്നെ പിമ്പിൾസ് വന്നു പോയാൽ ഡാർക്ക് സ്പോട്ട് ഫേസിൽ കിടക്കുക. പിന്നെന്താ ആക്നെ വരിക. അതായത് ആക്നെ ഒക്കെ വരുന്ന മീൻസ് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഹോർമോണൽ ഇംബാലൻസ്, മീൻസ് പൊല്യൂഷൻ, ഇതൊക്കെ കാരണം വരാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു എണ്ണം മതി ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം
ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലിങ്ക് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ഒക്കെ മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം. എന്നാൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഗൈസ്. എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ഉള്ള ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാമല്ലോ. അപ്പൊ ഗൈസ് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സ്കിന്നിൽ ഇഷ്യൂസ് വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ റീഫണ്ട് തരുന്നതായിരിക്കും ഗൈസ്. പ്രോമിസ്, ട്രസ്റ്റ് മീ. എനിക്ക് അത്ര ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് തന്നെ മേടിച്ച് യൂസ് ചെയ്തോന്ന് പറഞ്ഞേക്കണേ. കുറെ പേര് പറഞ്ഞു എന്റെ അടുത്ത്, ചേച്ചി ഇതിന്റെ റിവ്യൂ എന്താ ഇടാത്തേന്നൊക്കെ കുറെ വർഷങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ തന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, DMലൊക്കെ മെസ്സേജ് അയച്ചിട്ട്. ആക്ച്വലി ഞാൻ അപ്പൊ ചിന്തിച്ച എന്താണെന്നറിയോ, ഞാൻ ഇതിന്റെ റിവ്യൂ പറഞ്ഞാൽ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നിങ്ങൾ എന്തായാലും മേടിച്ച് യൂസ് ചെയ്യുന്ന എനിക്ക് അറിയാം ഗൈസ്. കാരണം അങ്ങനെയാണ്. ഞാനും ആ യൂട്യൂബില് ലോ ഹൈപ്പിലുള്ള റിവ്യൂസ് കണ്ടിട്ട് പോലും ഞാൻ ഇത് യൂസേജ് നിർത്തിയിട്ടില്ല. സത്യം പറയാലോ, എനിക്ക് പറ്റില്ല അങ്ങനെ. കാരണം എനിക്ക് ഇത് ഇന്നേ വരെ ഇത് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തിനു നിർത്തണം, അത്രേ ഞാനും ചിന്തിച്ചുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക്, ഓഫേഴ്സ് ഉള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയായാലും ഒരു 100 ബിലോ തന്നെ ഇതിന്റെ പ്രൈസ് വരുള്ളൂ കേട്ടോ. അത് ടെസ്റ്റ് മീ, എന്തായാലും അത്രേ വരുള്ളൂ. എന്നാലും ഓഫേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫേഴ്സിലുള്ള ലിങ്ക്സ് പ്രൊഡക്ട്സ് മേടിക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, സജഷൻസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഇനി നെക്സ്റ്റ് ഏത് പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. അപ്പം വേറൊരു വീഡിയോ, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലൂടെ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.